ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം D5. നമ്മുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ ഹെൽത്തിനും അവിടെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിന് നല്ല രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹെൽത്ത് പോലും നോക്കാതെ ചിലപ്പോൾ കുടുംബത്തെ പോലും മറന്ന് രാവിലെ 3 മണി 4 മണിക്ക് പോകും, രാത്രിയിൽ വരും. പല സീസൺ സമയത്തും നമ്മുടെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആരും പലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത് രാത്രി 12 മണിക്ക് ശേഷവും രാവിലെ 3 മണിക്ക് തിരിച്ച് വീണ്ടും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഹെൽത്ത് നോക്കാനോ കാലത്ത് കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇനി ഫോട്ടോഗ്രാഫേഴ്സ് മുന്നിലേക്ക് വരണം. മറ്റൊന്നുമല്ല, നമ്മുടെ സമ്പാദ്യം. നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് പല ആൾക്കാരും, പക്ഷേ ഒരു സീസൺ കഴിഞ്ഞ് ഓഫ് സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ആരുടെയെങ്കിലും പൈസ ഇല്ലാതെയും അല്ലെങ്കിൽ വീട്ടിലൊരു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പൈസ ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇനി ഫോട്ടോഗ്രാഫേഴ്സ് വരാൻ പാടില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നമ്മൾ സേവ് ചെയ്യണം, പണം സേവ് ചെയ്യണം. ഹെൽത്ത് ഇൻഷുറൻസും അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സേവിങ്സ്. പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ എങ്ങനെയാണ് സേവിങ്സ്, എങ്ങനെ? നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ നമുക്ക് പോളിസി ഉണ്ട്. ഈ LIC പോളിസി, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ നമ്മുടെ പല ചിട്ടി കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. നമുക്കിതെല്ലാം നമ്മൾ ചേർന്നിട്ടാലേ നാളെ ഭാവിയിൽ, കാരണം ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തർ ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ആൾക്കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാണണം കയ്യിൽ. അതായത് ഫണ്ട് ബേസ്ഡിൽ നമ്മൾ എന്തെങ്കിലും വേണം. സേവിങ്സ് എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ, ഒരു കലാകാരന് വേണ്ടത് കലയോടൊപ്പം സമ്പാദ്യമാണ്. കാരണം കലാകാരൻ എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. അപ്പോൾ ഫീൽഡ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒരു നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ നമ്മൾ സമ്പത്ത് കാലത്ത് നമുക്ക് വർക്കുള്ള സമയത്ത് നമ്മൾ പല സേവിങ്സും ഉണ്ടാക്കണം. മ്യൂച്വൽ ഫണ്ട്, അത് ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സുരക്ഷിതമായിരിക്കും. നിങ്ങളെല്ലാവരും ഇനി അത് ചെയ്യണം. KSFയുടെ ചിട്ടികളുണ്ട്, LIC പ്രീമിയം ഉണ്ട്. അത് നമ്മുടെ ലൈഫ്, നമ്മളിപ്പോൾ ഒന്ന് ഡെത്ത് ആയി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി സുരക്ഷിതമാകണം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. സോ എല്ലാവരും സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.